ഫാമിലി ലൈഫ് പോലും പല ആൾക്കാർക്കും നമ്മൾ ടിറ്റ് ഫോർ ടാറ്റായിട്ട് മറുപടി പറഞ്ഞ് അടിച്ച് തോപ്പിച്ച് എൻ്റെ അടുത്ത് ആ കളി, നമ്മുടെ അടുത്ത് ആ കളി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിലാണ് ചില ആൾക്കാർ പറയാൻ കേൾക്കാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈഗോ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ന് എൻ്റെ അടുത്ത് പണിയൊന്നും നടക്കുകയില്ല എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇന്നത്തെ പുതിയ ജനറേഷനൊക്കെ പല ആൾക്കാർക്കും നിങ്ങൾക്കറിയാം, എനിക്കൊന്ന് കല്യാണം കഴിക്കുന്നതിനൊക്കെ ഉള്ള ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യുന്നുണ്ടെന്ന്. ഏതൊരു പാർട്ട്ണർഷിപ്പും നമ്മൾ നിലനിൽക്കാനായിട്ട് വിട്ടുവീഴ്ചകളും അതാണ് ഇത് തന്നെയായിരിക്കണം നമ്മുടെ സൗഹൃദങ്ങൾ വലുതാക്കി എടുക്കുന്നതിലൊക്കെ നമ്മൾ എടുക്കേണ്ട നിലപാട്. നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടല്ല റിയലായിട്ടുള്ള നഷ്ടം. പക്ഷേ സാധാരണ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പൈസയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൈസ കിട്ടുകയില്ലാത്തത്. വെൽത്ത് എന്ന് പറയുന്നത് ആദ്യം ഭയം മാറുക, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുക. അതായത് പകുതി ഹാഫായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഒന്നെങ്കിൽ വിശ്വസിക്കുക. പുള്ളിക്ക് വിട്ടുകൊടുത്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഭയം ഉണ്ടാവരുത്. വലിയ സ്വപ്നങ്ങൾ ചേസ് ചെയ്യുക. നമ്മളെല്ലാവരും യുണീക്കാന്നുള്ളതിൽ ഓർത്തിരിക്കുക. ഓരോരുത്തരും ഡിഫറൻ്റാണ്. നമ്മുടെ സ്റ്റോറി ഡിഫറൻ്റാണ്, വേറൊരാളുടെ സ്റ്റോറി ഡിഫറൻ്റാണ്. ഒരിക്കലും ഒന്നാക്കാൻ വേണ്ടിയായിരിക്കും നമ്മളും ഇവരൊക്കെ ആയിട്ടുള്ള കമ്പാരിസൺ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ യുണീക്കാണ്. എപ്പോഴും ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവില്ല, ഉണ്ടായി തന്നെ നിലനിർത്താൻ പറ്റിയല്ല. അതിൻ്റെ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു വന്നാലേ സക്സസ് വന്നാലും ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കൽ കൊള്ളിയാൻ മിന്നുന്ന പോലെ മിന്നാൻ പറ്റും. ആ ഫീൽഡിൽ നിലനിർത്തി പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ഫേസാണ് ആദ്യത്തെ ഫേസിനേക്കാൾ ബുദ്ധിമുട്ട്. ഫസ്റ്റ് ഫേസ് വേണേൽ പറ്റും. ഒരിക്കൽ കൊള്ളിയാൻ മിന്നുന്ന പോലെ പല ഫീൽഡിലും ആൾക്കാർ മിന്നാറുണ്ട്. അത് കഴിഞ്ഞ് കാണത്തില്ല. അത് കഴിഞ്ഞുള്ള സെക്കൻഡ് ഫേസാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ബഹുമാനിക്കുന്നത് അവരുടെ അഭിനയത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ അവരിത്രയും കാലം കൺസിസ്റ്റൻ്റായിട്ട് ആ ലൈം ലൈറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവർ ഹാർഡ് വർക്ക് ചെയ്താലേ സാധിക്കുന്നറിയോ. ഒരിക്കലൊക്കെ വന്നിട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നതല്ല. ജീവിതത്തിൽ സക്സസ് ആകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇന്നും ഒരു ദിവസം നമ്മളെക്കാൾ എന്തുമാത്രം ബിസിയാണ്. ചില ആൾക്കാർ പറയാം അതുപോലെ ഞാനും നന്നായിരുന്നെങ്കിൽ ഞാനും വളർന്നിരുന്നത് അതുപോലെയൊക്കെ ബിസി ആയിരുന്നു. ഒന്നുമല്ല, അവർക്കൊന്നുമില്ലായിരുന്നപ്പോൾ അവർ ബിസി ആയിരുന്നുകൊണ്ടാണ് ഇപ്പോഴും അവർ ബിസി ആയിട്ടിരിക്കുന്നത്. നമ്മളെക്കാൾ എത്രയോ ഇരട്ടി ഔട്ട്പുട്ട് അവരൊരു ദിവസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെക്കാളും എന്തുമാത്രം ഔട്ട്പുട്ട് ഒരു ദിവസം ആ ലെവലിലുള്ള ആൾക്കാരുണ്ടാക്കുന്നത്, എന്തുമാത്രം അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരൊക്കെ. നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ആരിലൊക്കെ പറയാം. മറ്റവൻ്റെ തലയിൽ വരച്ചിരിക്കുന്നത് ഒരു തലയിൽ വരെയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ടാലൻറ്റിനേക്കാളും അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളെക്കാളൊക്കെ നമ്മളെക്കാളെന്ന് മാത്രമല്ല പല ആൾക്കാരെക്കാളും വളരെ പുറകിൽ നിന്നിരുന്ന പല ആൾക്കാരും ജീവിതത്തിൽ വലുതാകുന്നതിൻ്റെ കാരണം ഡിസിപ്ലിൻഡായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ തീരുമാനിച്ചാൽ ഡിസിപ്ലിൻഡായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. ടാലൻറ്റിനേക്കാളൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരെ എനിക്ക് അടുത്തറിയാവുന്നവരുണ്ട്. ഫോക്കസ് ഇല്ലാത്തതിൻ്റെ പേര് മാത്രം അവർക്ക് 3 മാസത്തേക്കുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നല്ല നമുക്ക് കൊതി തോന്നും, ദൈവം അത്രയും കഴിവുകളൊക്കെ നമുക്ക് തന്നിരുന്നാലും നമുക്ക് കൊതി തോന്നാറുണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യത്തില്ല, ഫോക്കസ് ചെയ്യത്തില്ല. എത്രയോ ആൾക്കാരുണ്ട്. അതേ സ്ഥാനത്ത് ആവറേജ് ആൾക്കാർ അവർ ഫോക്കസ്ഡായിട്ട് ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്താൽ അവരാണ് ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിരിക്കുന്നത്. വേറെ ആരും അല്ല, ടാലൻ്റ് അല്ല മനസ്സിലാക്കുക.